പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. പ്രത്യേകിച്ചും വെള്ള നീല റേഷൻ കാർഡ് ഉടമകളെല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായി തന്നെ കാണുക. നമുക്ക് സാധാരണ രീതിയിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളായിരിക്കും അവർക്ക് ഈ ഒരു മാസം ലഭിക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം എന്ന് പറയുന്നത് എല്ലാ മാസവും 1-ാം തീയതിയോട് കൂടിയൊക്കെയാണ് സാധാരണ രീതിയിൽ ആരംഭിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കാണ് എങ്കിൽ പോലും നീല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ആനുകൂല്യം, സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ വെള്ളക്കാർഡിൽ വലിയ രീതിയിൽ ഒരു സാധനവും ലഭിക്കുന്നില്ല. ചില സമയത്ത് വല്ലം ഉത്സവ സമയത്ത് വല്ലം ഒരു 10 കിലോ സ്പെഷ്യൽ അരി, അതും 11 രൂപ, 10 രൂപ 90 പൈസയൊക്കെ നിരക്കിൽ ലഭിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്ത മാസം നമുക്ക് ലഭിക്കാനുള്ള റേഷൻ ആനുകൂല്യത്തിൻ്റെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരുപക്ഷെ സ്പെഷ്യൽ അരി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അരിക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. AY കാർഡിന് ഏകദേശം 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക. ഇതിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏകദേശം കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതുകൂടാതെ തന്നെ മുൻഗണനാ കാർഡ്, അതായത് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലായിരിക്കും ലഭിക്കാൻ സാധ്യത. ഇതുകൂടാതെ തന്നെ പൊതുവിഭാഗം സബ്സിഡി കാർഡ്, അതായത് നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. ഇത് മാത്രമല്ല, ഇവർക്ക് സ്പെഷ്യൽ അരി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരു പക്ഷേ സ്പെഷ്യൽ അരിക്ക് ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഏകദേശം 5 കിലോയോ അല്ലെങ്കിൽ 10 കിലോയോ സ്പെഷ്യൽ അരി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മുൻപത്തെ സ്റ്റോക്ക് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാകുക. അത് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ ലഭിച്ചേക്കാം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പൊതുവിഭാഗം വെള്ളക്കാർഡിന് സാധാരണ രീതിയിൽ ലഭിക്കുന്ന തന്നെ ഒന്നെങ്കിൽ 3 കിലോ അരിയോ അല്ലെങ്കിൽ 5 കിലോ അരിയോ ഒക്കെ വരെ ലഭിക്കുകയുള്ളൂ. പരമാവധി ഈ ഒരു സ്പെഷ്യൽ അരി വിതരണം ഉണ്ടെങ്കിൽ കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ഒരു 7 കിലോയോ അല്ലെങ്കിൽ 5 കിലോയോ സ്പെഷ്യൽ അരി കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പും ലഭിച്ചിട്ടില്ല. ഇതുകൂടാതെ തന്നെ പൊതുവിഭാഗം സ്ഥാപനങ്ങൾ NBI കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതിൽ മാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇതുതന്നെയായാലും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു നവംബർ മാസം അവസാനിക്കുകയാണ്. എന്തുകൊണ്ട് അവസാനിക്കുകയാണ്? അതിനുശേഷം മാത്രമായിരിക്കും റേഷൻ ആനുകൂല്യങ്ങൾ ഡിസംബർ മാസത്തിൽ കിട്ടിത്തുടങ്ങുക. എന്തുതന്നെയായാലും വെള്ള നീല കാർഡ് ഉടമകൾക്ക് ഈ പ്രാവശ്യവും കുമ്പിളിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്രിസ്മസും കുമ്പിളിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റേഷൻ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും, അർഹതയുള്ള ആളുകൾക്ക് കറക്റ്റായിട്ട് കൂടുതൽ രീതിയിൽ എത്തിച്ചേരേണ്ടതിൻ്റെ ആവശ്യകത വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇതിനായാലും ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുവാൻ അപേക്ഷ വയ്ക്കാൻ ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. ഈ നവംബർ മാസം 25-ാം തീയതി മുതൽ ഇതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പരമാവധി എല്ലാവരും ഇത് മാറ്റേണ്ട ആളുകൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കും.